ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ ആത്മീയ ജീവിതത്തിൻ്റെ കൃപാവരങ്ങൾ ധ്യാനിക്കാം. വിശുദ്ധമായ ഈ കാലഘട്ടത്തിൽ സ്വർഗം മക്കളായി നമുക്ക് നൽകുന്ന ഏറ്റവും മഹത്തായ ബലം കർത്താവായ യേശു ക്രിസ്തുവിലുള്ള പുതുമ നിറഞ്ഞ ജീവിതമാണ്. യേശുവിൽ വിശ്വസിക്കുന്ന നമുക്കെല്ലാവർക്കും നിത്യരക്ഷയുടെ സമ്പൂർണ്ണ കൃപാവരമുണ്ട്. ഇന്നേ ദിവസം ബർസേരിൽ നിക്കോദേമോസ് എന്ന ഒരു യഹൂദ പ്രമാണി ഉണ്ടായിരുന്നു. അവൻ രാത്രിയിൽ യേശുവിൻ്റെ അരികിൽ വന്നിട്ട് സകല വിജ്ഞാനത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. യേശു അവനോട് സംസാരിക്കുന്ന എന്തെന്നോ ജീവനെക്കുറിച്ചും മഹത്വത്തെക്കുറിച്ചും വീണ്ടും ജനിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുമാണ്. നീ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കില്ല. പ്രായമായ ഒരു മനുഷ്യന് ഇത് എപ്രകാരം സാധ്യമാകും എന്ന് നിക്കോദേമോസ് ചോദിക്കുമ്പോൾ യേശു ചോദിക്കുന്നു, നീ ഒരു പണ്ഡിതനല്ലേ? നീ റബിയല്ലേ? നീ ഉന്നത കുലജാതനല്ലേ? അറിവും കൃപയുമുള്ളവനല്ലേ? എന്നിട്ടും എന്തേ ഈ സ്വർഗീയ സത്യങ്ങൾ മനസ്സിലാകാതെ പോകുന്നു? ഈ ലോകത്തിൻ്റെ എത്ര തന്നെ ബലങ്ങളും അറിവുണ്ടെങ്കിലും ദൈവത്തിൻ്റെ പദ്ധതി നാം തിരിച്ചറിയുന്നില്ല എങ്കിൽ നാമും നിശബ്ദരായി പോകും. വീണ്ടും ജനിക്കണമെന്ന് യേശു പറയുന്നത് ആത്മാവിനുള്ള ഒരു ജീവിതമാണ്. പാപപങ്കുലമായ പഴയ ജീവിതങ്ങളെ പാടെ ഉപേക്ഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മനസ്സിനൊത്ത് ജീവിക്കുവാനുള്ള ക്ഷണമാണ് സ്വർഗം നമുക്ക് നൽകുന്നത്. ആ കൃപ സ്വീകരിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ അനുഗ്രഹീതരായി തീരുന്നത്. ഇത്ര ശ്രേഷ്ഠമായ മഹനീയമായ ഒരു കൃപാവരത്തിലേക്കാണ് സ്വർഗം ഇന്ന് നമ്മെ ക്ഷണിക്കുന്നത്. ദൈവത്തെ കണ്ടെത്തുവാനുള്ള ഒരു അന്വേഷണം എല്ലാ കാലഘട്ടത്തിലും എല്ലാ മനുഷ്യരിലും ഉണ്ടായിരുന്നു. വിജ്ഞാനിയായിരുന്നിട്ടും അദ്ദേഹം യഹൂദ പ്രമാണി ആയിരുന്നിട്ടും പണ്ഡിതനായിരുന്നിട്ടും അദ്ദേഹത്തിന് ദൈവത്തെ അന്വേഷിക്കുവാനുള്ള ഒരു അവാച്യമായ ആഗ്രഹമുണ്ടായിരുന്നു. അതിൽ നിന്നാണ് അവൻ രഹസ്യമായി യേശുവിനെ സമീപിക്കുന്നത്. യേശു പറയുന്നതും പഠിപ്പിക്കുന്നതും സത്യമാണെന്ന് അവൻ്റെ അന്തരാത്മാവിന് തോന്നി. അങ്ങനെ സത്യം അന്വേഷിച്ചാണ് അവൻ സത്യത്തിൻ്റെ പൂർണ്ണതയായ ക്രിസ്തുവിൻ്റെ പാദാന്തികത്തിൽ വരുന്നത്. പ്രിയ ദൈവമക്കളെ, നാം സത്യത്തെ അന്വേഷിച്ചാൽ തീർച്ചയായും കണ്ടെത്തുക തന്നെ ചെയ്യും. നിക്കോദേമോസ് ക്രിസ്തുവിൽ കണ്ടെത്തുവാൻ ആഗ്രഹിച്ചത് തീർച്ചയായും കണ്ടെത്തുക തന്നെ ചെയ്തു. ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്ന ആരും പഴയ മനുഷ്യരായി തുടർന്നിട്ടില്ല. അവർ പുതുജീവൻ പ്രാപിച്ച ദൈവമനുഷ്യരായി രൂപാന്തരപ്പെടുകയാണ് ചെയ്തത്. നിക്കോദേമോസ് എന്ന വ്യക്തി ക്രിസ്തുവിൻ്റെ അരികിൽ സംശയവുമായി വന്നു. അവൻ തിരികെ പോകുന്നതോ നിത്യജീവൻ്റെ കൃപ സ്വന്തമാക്കിയിട്ടാണ്. ഇനി ഒരിക്കലും അവന് പഴയ മനുഷ്യനായിരിക്കാൻ കഴിയില്ല. നമുക്കും ഈ കാലഘട്ടത്തിൽ ക്രിസ്തുവിൻ്റെ ഹൃദയവും മനസ്സും ദൈവത്തിൻ്റെ പദ്ധതിയും ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ മനുഷ്യരായി ജീവിക്കുവാനും വീണ്ടും ജനിക്കുവാനുമുള്ള ആത്മീയതയ്ക്കായി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന യഥാർത്ഥമായ വീണ്ടും ജനനം നമ്മളിൽ സാധ്യമാകട്ടെ. നമുക്കും ദൈവമക്കൾക്കുള്ള സ്നേഹത്തിൽ, സ്വാതന്ത്ര്യത്തിൽ, വിശ്വാസത്തിൽ, വിശുദ്ധിയിൽ ജീവിക്കുവാനും എപ്പോഴും ദൈവാന്വേഷികളായിരിക്കുവാനും വേണ്ട കൃപയ്ക്കായി ഈ ദിനം പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.